അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനോട് ഭാര്യ ഒരു ദിവസം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എനിക്ക് അലുവ കഴിക്കണമെന്ന മോഹമുണ്ട്, നടത്തി തരുമെന്ന് ചോദിച്ചു. അലുവ അന്നത്തെ കാലത്ത് ഇന്നത്തെ നമ്മൾ അലുവയെ പോലെയുള്ള അലുവ കാണൂല. ഹലുവ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, മധുരമുള്ളത്. അപ്പൊ അന്നത്തെ അലുവ ഏതാണോ അത്. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കും, ബുഖാരിയിലുണ്ടോ അബൂബക്കറിന്റെ ഭാര്യ അലുവ ചോദിച്ചൊന്ന് ബുഖാരിയിലുണ്ടോ വാക്കവി എന്ന് ചോദിച്ചാൽ ബുഖാരിയിലില്ല. നിങ്ങൾ ഇനി അത് ചോദിച്ചോണ്ട് വരണം. എല്ലാവർക്കും ബുഖാരി ചോദിപ്പിച്ചിരി കൂടുതല, അങ്ങ് മാറിക്കോളും. കുറച്ച് കഴിയുമ്പോൾ കുറച്ചു പേർക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അലുവ ചോദിച്ചു, വേണമെന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ, അലുവ വാങ്ങിത്തരാൻ എന്റെ കയ്യിൽ കാശില്ല. ആരാ പറയുന്നത്? ആരംഭ റസൂലിന്റെ അരികത്തായുറങ്ങുന്ന അതിർപ്പൂ അബൂബക്കർ ഉമറന്നോരേ, സ്വർഗ ഇടം കണ്ട് കരൽ പോട്ടി തകർന്നോനാണേ. അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് കിടന്നിറങ്ങുന്ന ഇസ്ലാമിക ചരിത്രത്തിന്റെ രാജകുമാരനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, കാസർഗോഡ് ജില്ലയിലെ അബ്ദാദ് നഗറിൽ വന്ന പാവപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനോട് നീ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ട് തരാതിരിക്കുമോ? കറങ്ങണ കോടി വേണമെന്ന് പറയുമ്പോ ഒരു കറക്കത്തിനകത്ത് വാങ്ങിക്കൊണ്ട് തരുന്ന മണവാളന്റെ പവർ മറന്നു പോകുന്ന പെണ്ണേ, എന്തിനേറെ മോഡൽ ആഭരണം വേണമെന്ന് പറയുമ്പോ, വസ്ത്രം വേണമെന്ന് പറയുമ്പോ, സുഖം വേണമെന്ന് പറയുമ്പോ, സന്തോഷം വേണമെന്ന് പറയുമ്പോ അത് മുഴുവനും നിനക്ക് വാങ്ങിക്കൊണ്ട് തരുന്ന ഭർത്താവിന്റെ പവർ അറിയാത്ത പെങ്ങളെ, അതിനുള്ള എല്ലാ സാമ്പത്തിക ശേഷി അല്ലാഹു തന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന പെണ്ണെ, നിനക്ക് അലുവ വാങ്ങിത്തരാനുള്ള കാശന്റെ കൈവശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിക്കുകയാ, ദുനിയാവിലെ അലുവ വേണമോ ആഖിറത്തിന്റെ അലുവ വേണമോ? അത് മൗലിയാക്കന്മാരുടെ സ്ഥിരം ചോദ്യമാണ്. പെണ്ണ് സാരി വേണമെന്ന് പറയുമ്പോൾ ദുനിയാവിലെ സാരി വേണോ ആഖിറത്തിലെ സാരി വേണോ? പെണ്ണ് പേടിച്ചിട്ട് ആഖിറത്തിലെ മതി എന്ന് പറയുമ്പോൾ ശരി, അപ്പൊ അസ്സലാമു അലൈക്കും, ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാലോ. നിങ്ങൾക്കും അങ്ങനെ ചോദിക്കാം, ഈമാനുള്ള പെണ്ണ് ആഖിറത്തിലെ സാരി വേണമെന്ന് പറയുള്ളൂ. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് ഈമാനില്ല എന്ന് പറയാൻ പറ്റുമോ? ദുനിയാവിലെ അലുവ വേണോ ആഖിറത്തിലെ അലുവ വേണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി സംഭവം. മൂപ്പരുത്തി പറഞ്ഞു, എനിക്ക് ദുനിയാവിലെ അലുവ മതി തൽക്കാലം, ആഖിറത്തിൽ ഞാൻ പിന്നെ പടച്ചോണ്ടെന്ന് വാങ്ങിച്ചോളാം. കുടുങ്ങി. കൊടുത്തല്ലേ പറ്റൂ. കാശില്ല എന്ന് പറഞ്ഞു. കാശില്ല എന്ന് പറയുമ്പോ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് ആ ഭാര്യ വീട്ടിൽ പോവില്ല. ഈമാനും തഖ്വയും തന്റെ ഉള്ള പെണ്ണ. ഇന്നത്തെ പെണ്ണുങ്ങളെ പോലെ ഭർത്താവിന്റെ കാലിൽ കുരു വരുമ്പോ വാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പെട്ടിയെടുത്തുണ്ടെങ്കിൽ വീട്ടിൽ പോവും. ആ സ്വഭാവമില്ല. ഭർത്താവ് നിനക്ക് ഈ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും നിന്റെ പ്രിയപ്പെട്ടവർ ചെയ്തു തരുന്നതിന് തിരിച്ചു നീ കൊടുക്കേണ്ടത് എപ്പോഴാ തിരിച്ചു കൊടുക്കേണ്ടത്? ഇപ്പോഴല്ല, എപ്പോഴാ? ആദ്യം അസുഖം വരുന്നതും തളരുന്നതും ഭർത്താവാണ്, ഭാര്യമാരല്ല. ഭർത്താക്കന്മാരാണ്. പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്ത് അസുഖം വന്ന് തളർന്ന് കിടക്കുമ്പോ അപ്പോഴാണ് പെണ്ണെ നിന്റെ വിലയറിയുന്നത്. 20 വയസ്സു മുതൽ നിന്നെ ഓമനിച്ച് വളർത്തിയ, 20 വയസ്സു മുതൽ നിന്റെ വികാരവും നിന്റെ വിചാരവും പൂർത്തീകരിക്കാൻ നിന്റെ കൂടെ നിഴലുപോലെ നിന്ന ഭർത്താവിന് വേണ്ടി നീ സഹായം തിരിച്ചു ചെയ്യേണ്ടത് ആ ഭർത്താവ് ഒരുപാട് രോഗിയായി കിടക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടിയ ഭാഗ്യം കണ്ടോ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരട്ടെ. സുഖത്തിന് വേണ്ടി കൊണ്ടു നടക്കാൻ വേണ്ടി എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യ? കൂട്ടുകാരനെ കാണിക്കാൻ വേണ്ടി എന്തിനാണ് ഒരു ഭാര്യ? ഒരിക്കലും നമ്മൾ ഭാര്യയെ മറന്നുകൊണ്ട് നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് കടന്നു പോകരുത്. എത്രയോ പേര് അറിയപ്പെട്ട ഉസ്താദുമാരെ കുറിച്ച് പോലും അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ട്. അല്ലാഹുവിനെ സാക്ഷിയാക്കിയിട്ട് മഹർ കൊടുത്തുകൊണ്ട് നിക്കാഹ് ചെയ്ത പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിച്ചു പോകുമെന്ന് പറയാൻ
ഒരാലിമിനെ കുറിച്ച് പറയാൻ എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ മനസ്സത്രത്തോളം ചീഞ്ഞളിഞ്ഞു പോയോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരിക്കലും അങ്ങനെ പറയരുത്, അതൊക്കെ അപകടമാണ്. അവർക്കൊക്കെ നാശം അവരുടെ ജീവിതത്തിലൂടെ അള്ളാഹു തിരിച്ചു കൊടുക്കുന്നതാ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ എല്ലാവരും കളഞ്ഞിട്ട് പോയി. ശരീരം ദുർഗന്ധം വമിക്കാൻ കഴിയാറ് പൊട്ടിനാറിയപ്പോ എല്ലാവരും കളഞ്ഞിട്ട് പോയി. സ്വത്തുക്കളൊക്കെ പോയി, കുടുംബമൊക്കെ പോയി. അവസാനമതാ ആ ശരീരത്തിൽ നിന്ന് ചീഞ്ചലം പൊട്ടി ആ ശരീരത്തെ വെള്ളം ചൂടാക്കിയിട്ട് ശരീരത്ത് വെച്ചു കൊടുക്കുന്ന, ശരീരം തടവിക്കൊടുക്കുന്ന, ആ ശരീരത്തിന് പോലും അറപ്പുകൂടാതെ കവിളത്ത് മുത്തം കൊടുക്കുന്ന ഒരു ഭാര്യ. ആ ഭാര്യയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. കാസർഗോഡ് ജില്ലയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഭാര്യമാര്, അല്ലാഹുവേ നീ എങ്ങനെയാക്കണേ തമ്പുരാനെ. അപ്പോഴാണ് ആവശ്യമുള്ളത്, ആ സമയത്താണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിവ കൊടുക്കൂല എന്ന് പറയുമ്പോ പെട്ടിയും പ്രമാണവും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സ്വഭാവക്കാരി ആയിരുന്നില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ക്ഷമയോടുകൂടി കാത്തിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ മുമ്പിൽ ഒരു പാത്രത്തിൽ അലുവ കൊണ്ട് വെച്ചു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് എവിടെന്നാ? അത് ചോദിക്കണ്ടേ? എവിടെന്നാന്ന് ചോദിക്കണ്ടേ? ഭാര്യ തരണത് മുഴുവനും വാരി കയറ്റിയിട്ടാണ് ഹറാമൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ചോദിക്കണം എവിടെന്നാ. അപ്പുറത്തെ വീട്ടിലെ കോഴിയെ പിടിച്ച് കതവിന്റെ ഇടയിൽ വെച്ച് പൊരിച്ചിഞ്ഞ് തരും. ഭർത്താവ് പറയും, ഓ പെമ്പറന്നൂത്തിന്ന് പറഞ്ഞ എന്തെന്നറിയില്ല ഉസ്താദ്, ഇപ്പൊ സ്നേഹം കൂടി വരിക. സുബൈദയുടെ കോഴി കുറഞ്ഞു വരിക. അങ്ങനെ കൂടിയിട്ട് കാര്യമില്ല. അങ്ങനെ കൂടിയിട്ട് എന്താ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ചോദിക്കണം ഇതെവിടെ നിന്നാ ചോദ്യം. അപ്പോ എവിടെന്നാന്ന് ചോദിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് ചോദിച്ചത് എവിടെന്നാ? മഹദി പറഞ്ഞു, അബൂബക്കറേ, അങ്ങ് ഓരോ ദിവസവും എനിക്ക് ചിലവിന് തന്നുകൊണ്ടിരുന്ന കാശുണ്ടല്ലോ, ആ കാശ് ഇന്നത്തെ പെണ്ണുങ്ങൾ ചിലവ് കാശ് എന്ന് മനോരമ ആഴ്ച പതിവ് വാങ്ങാൻ വേണ്ടി മാറ്റി വെക്കണ പോലെ അലുവയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ചിലവിന് കുറച്ച് കാശ് എടുത്തിട്ട് ബാക്കിയുള്ള കാശ് മാറ്റിവെച്ചു. മാറ്റിവെച്ച് അത് കൂട്ടിവെച്ചിട്ട് ഞാൻ അലുവ വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീരോടെ പറയുന്നു, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ അല്ലാ. എന്റെ ഭാര്യക്ക് ഞാൻ ഇന്നലെ വരെ ചിലവിന് കൊടുത്തത് കൂടിപ്പോയി തമ്പുരാനെ. അതുകൊണ്ടല്ലേ അവൾ അലുവയ്ക്ക് വേണ്ടി കാശ് മാറ്റിയത്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ അത്രയും കാശ് കൊടുക്കൂല അല്ലാ. കൂടുതൽ ചിലവിന് കൊടുത്താൽ അതുപോലും അള്ള ചോദ്യം ചെയ്യുമെന്ന് പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അണികളാ ഞാനും നിങ്ങളും. എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദകൾ ഒരുമിച്ച് കൂടിയാ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് കണ്ണുനീരോടുകൂടി ഒരു സംഭവം ഞാൻ പറയുകയാ. 7 പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്ന, ചോദിക്കാതെ തന്നെ സ്വർണം കൊടുത്തേക്കുന്ന, ആവേശത്തോടെ അടുത്ത വർഷം ഒരു പെൺകുട്ടിയെ അടുത്ത പെൺകുട്ടിയെ ഞാൻ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് ആവേശത്തോടെ വാക്ക് പറയുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ നാടിൻ്റെ അടുത്ത് കിളിമാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തൊരു വിവാഹം കഴിഞ്ഞ മണവറ. ആ മണിയറയുടെ കളർ കടലാസുകൾ മാറ്റിയിട്ടില്ല, പൂക്കൾ മാറ്റിയിട്ടില്ല, മണിയറയുടെ മനോഹാരിത നഷ്ടം വന്നിട്ടില്ല. അവിടെയാണ് ഒരു മരണം നടന്നത്. ഈ വിനീതനാണ് പൊതിയാൻ വേണ്ടി പോയത്. ആ മയ്യത്ത് പൊതിയാൻ ആ വീട്ടിന്റെ അകത്തേക്ക് കിടന്നു ചെന്നപ്പോ മണവറയുടെ കട്ടിലാണ് പ്രിയപ്പെട്ടവരെ പൊതിയാൻ വേണ്ടി മയ്യത്തിനെ കിടത്തിയിരുന്നത്.
അത്ഭുതം തോന്നിപ്പോ എനിക്ക്. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം മാത്രമാണ് ഭർത്താവിന്റെ ശരീരം പൊരിഞ്ഞെടുത്തു കൊണ്ടുവരുമ്പോ പ്രിയപ്പെട്ട ഭാര്യ അവസാനമായൊരു നോക്കുന്ന കാണണമെന്ന് പറഞ്ഞ് മുടിയെല്ലാം വാരിപ്പിരുന്ന് കിടക്കുകയാണ്. ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. പാവപ്പെട്ട പൊന്നുമോള് എന്റെ പ്രിയപ്പെട്ട ഇക്ക എന്ന് വിളിച്ചുകൊണ്ട് മയ്യത്തിന്റെ അടുത്തേക്ക് വന്ന് തല ചുവലിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. മയ്യത്ത് കൊണ്ടുവരുമ്പോ 2-3 ഉപ്പമാരെന്നോട് പറഞ്ഞതാ, ശ്രദ്ധയോടെ കേൾക്കണേ, വളർന്നു വരുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തരുന്ന പണത്തിന്റെ പവർ കൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ആനന്ദിക്കുന്ന, ആഹ്ലാദിക്കുന്ന, സുഖിക്കുന്ന, രസിക്കുന്ന യുവത്വമേ, ശ്രദ്ധയോടുകൂടി കേട്ടോ. 2-3 ഉപ്പമാര് പറയുകയാണ്, ഉസ്താദേ ഇവനതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചു, മരണമല്ലേ, അതല്ല കൊടുക്കുന്നതല്ലേ, അവൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഉസ്താദേ 3 വർഷത്തിൽ കൂടുതൽ ഇവൻ ജീവിച്ചിരിക്കൂല എന്ന് തിരുവനന്തപുരം RCCയിലെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തതാ. പിന്നെ എന്തിനാണ് അവൻ കല്യാണം കഴിക്കാൻ പോയത് ഉസ്താദേ? പിന്നെ എന്തിനാണ് നിക്കാഹിന് വേണ്ടി ഒരുങ്ങിയത്? കാര്യം അന്വേഷിച്ചപ്പോൾ ആ യുവാവിന്റെ പിതാവ് പറഞ്ഞത്, ഉസ്താദേ എന്റെ പൊന്നുമോനോട് നമ്മളൊക്കെ പറഞ്ഞതാ വേണ്ട, കല്യാണം കഴിക്കണ്ടടാന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞുപ്പാ, ഏതെങ്കിലും ഒരു പാവപ്പെട്ട യതീം കുട്ടിയെ കല്യാണം കഴിക്കാ. ആ പെൺകുട്ടിയുടെ കണ്ണീരുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ട് അള്ളാഹു എനിക്ക് ആഫിയത്ത് തന്നാൽ, അള്ളാഹു എന്റെ രോഗ്യം മാറ്റി തന്നാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്. ഞാൻ ആ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നു. ഭാര്യയെ ഇറങ്ങി വന്ന് വെളിയിലേക്ക് ആ പെണ്ണിനോട് ചോദിച്ചു, സുന്ദരിയായ പെൺകുട്ടിയാണ്, പാവപ്പെട്ട 16-17 വയസ്സിനകത്ത് പ്രായമുള്ള പെണ്ണാണ്. ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു, മരിക്കുമെന്ന് ഉറപ്പുള്ള ഭർത്താവിന് വേണ്ടി എന്തിനാണ് നിക്കാഹിന് സമ്മതിച്ചതെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞ കണ്ണീരിന്റെ കരയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവര്, ഈ പാവപ്പെട്ട കവിയുടെ കൽബിനെ തകർത്ത് കളഞ്ഞതാ. ഹദ്ദാദ് നഗറിൽ 7 മക്കൾക്ക് വേണ്ടി സ്വർണം കൊടുത്തവരെ, നിങ്ങൾ ഭാഗ്യവതികളാ. ഹദ്ദാദ് നഗറിൽ 7 മക്കൾക്ക് വേണ്ടി 6000 കൊടുത്തവരെ, 5000 കൊടുത്തവരെ, 10000 കൊടുക്കുന്നവരെ, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാ. ആ പെണ്ണ് പറയുന്നു, ഉസ്താദേ എന്റെ വാപ്പ മരിക്കുമ്പോ ഞങ്ങൾ 4 മക്കളാണ്, 4 പെൺമക്കളാണ് ഉമ്മാക്കുള്ളത്. വാപ്പ മരിക്കുമ്പോ ഞങ്ങൾ 4 പെൺമക്കൾ യതീമീങ്ങളായ, വാപ്പ ഇല്ലാത്ത 4 മക്കളാണ് ഉമ്മാരെ മടിത്തട്ടിലുള്ളത്. അവസാന ഉമ്മയാണ് ഞങ്ങളെ 4 പേരെയും വളർത്തിയത്. ബന്ധുക്കളെ സഹായത്തിനില്ല, കുടുംബക്കാര് സഹായത്തിനില്ല. എന്റെ ഉമ്മ വേറെ ഒരു വിവാഹം പോലും കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറ് 4 പെൺമക്കളല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ണീരോടെ ജീവിച്ചു. എല്ലാ വെള്ളിയാഴ്ചയാകുമ്പോഴും എൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് ഒരുങ്ങിയിട്ട് പോകലുണ്ട്. എവിടേക്കാണ് പോകുന്നതെന്നറിയോ? ഓരോ ജുമാ നടക്കുന്ന പള്ളിയുടെ മുറ്റത്ത് പോയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഷാള് വിരിച്ചിട്ട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ കർച്ചീപ്പ് വിരിച്ചിട്ട്, 4 പെൺമക്കളാണ്, അവരെ ചികിത്സിക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ നിക്കാഹ് കഴിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ പിരിക്കുമായിരുന്നു. ഓരോ വെള്ളിയാഴ്ചയും ഞങ്ങൾ 4 പേരും കൂടി പൈസ എണ്ണി നോക്കാറുണ്ട്. ചില ദിവസം 850 രൂപ കാണും, ചില ദിവസം 1000 രൂപ കാണും, ചില ദിവസം 350 രൂപ കാണും. അങ്ങനെ പൈസ എണ്ണി 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 എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ 1ാമത്തെ മോളെ കെട്ടിച്ചു. 3 പെൺമക്കളുടെയും കല്യാണം. എൻ്റെ ഉമ്മ ഓരോ പള്ളിയിൽ പോയി ഓരോ സംഘടനയ്ക്ക് അപേക്ഷ കൊടുത്തു. ഓരോ നേതാക്കന്മാരുടെ വീട്ടുവളപ്പിൽ പോയിട്ട് അവർ കൊടുക്കുന്ന കാശ് കൊണ്ട് വന്നാണ് നടത്തിയത്. എൻ്റെ വിവാഹപ്രായമായപ്പോ എൻ്റെ ഉമ്മാക്ക് ഷുഗർ ബാധിച്ചുകൊണ്ട് ഉമ്മാടെ വലത്തേക്കാല് പഴുത്തറച്ചിട്ട് എൻ്റെ ഉമ്മാടെ കാല് തുടയുടെ ഭാഗം വെച്ച് മുറിച്ചു കളഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു, ഉമ്മ ഇനി ഇറങ്ങി നടക്കാൻ പാടില്ല.
1.5 കാലം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, പെണ്ണേ നീ ഭാഗ്യം കെട്ടവളാ, നിന്നെ പ്രസവിച്ചപ്പോഴാണ് നിന്റെ വാപ്പ മരിച്ചുപോയത്. നിന്റെ വിവാഹത്തിന്റെ സമയമായപ്പോ എന്റെ കാല് കൂടി പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഓരോ ദിവസവും പൊട്ടിക്കരയുമായിരുന്നു. ഉസ്താദേ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞത്, പെങ്ങളെ നിനക്കൊരാലോചന വന്നിട്ടുണ്ട്, സ്ത്രീധനം കൊടുക്കണ്ട, 1 രൂപ പോലും കൊടുക്കണ്ട, 1 നാണയത്തുട്ട് പോലും നിനക്ക് ചെലവില്ല, നിന്റെ ഉമ്മാക്കൊരു കാശ് പോലും ചെലവ് വരൂല. എനിക്ക് വളരെ സന്തോഷമായി. തുള്ളിച്ചാടി കുളിച്ചൊരുങ്ങിയിട്ട് ഞാൻ ഒരുങ്ങിയിരുന്നു. എന്നെ കാണാമെന്ന മണവാൾ എന്നോട് രഹസ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ എന്നെ മാറ്റി വിളിച്ചുകൊണ്ട് പറഞ്ഞു, പെണ്ണേ 3 വർഷത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കൂല എന്ന് തിരുവനന്തപുരം RCCയിലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 3 വർഷത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ നീ നിക്കാഹിന് സമ്മതിക്കാവൂ എന്ന് പറഞ്ഞപ്പോ എൻ്റെ ഉമ്മാട് കണ്ണീര് സഹിക്കാനാകാറ് എൻ്റെ ജീവിതത്തിന്റെ സുഖം ഞാൻ മറന്നുപോയി, എൻ്റെ ജീവിതത്തിന്റെ സങ്കടം ഞാൻ മറന്നുപോയി, എൻ്റെ ജീവിതത്തിന്റെ ആഹ്ലാദം ഞാൻ മറന്നുപോയി. വാപ്പയില്ലാത്തവളായി പോയില്ലേ, അനാഥ പെൺകുട്ടിയായി പോയില്ലേ, അതുകൊണ്ട് ഞാനിനി എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിച്ചിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞത്, ആരോടും പറയല്ല, എൻ്റെ ഉമ്മയോടും എൻ്റെ ബന്ധുക്കളോടും ആരോടും പറയരുത്, എൻ്റെ ഉമ്മയറിഞ്ഞാൽ വിവാഹത്തിന് സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിക്കാഹിന് ഞാൻ സമ്മതിച്ചത്. എന്നിട്ട് ഞാനെന്നും ദുആ ചെയ്യുമായിരുന്നു, റബ്ബേ 3 വർഷം പോയിട്ട് 3 മാസം പോലും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ മണിയറ പങ്കിടാനുള്ള ഭാഗ്യം അല്ലാഹു തന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ തിരുവനന്തപുരം ജില്ലയുടെ അനാഥ പെൺകുട്ടിയെ പോലെ ഒരു പെൺകുട്ടി പോലെ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാവാൻ പാടില്ല.